ഈ റീഡിംഗ് കാണുന്നതിന് വേണ്ടി നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിലോർത്തുകൊണ്ട് അവരുടെ പേര് 3 തവണ ഉരുവിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളും അവരും ഒന്നിച്ചുണ്ടായിരുന്നപ്പോഴുള്ള നല്ല സമയങ്ങളൊക്കെ ഓർത്തെടുക്കുക. നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തതിൽ ആ ഒരു വ്യക്തി വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഹാർമണി എന്ന് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഐക്യം നിങ്ങളുമായി അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ. ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ്. നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ വളരെ നല്ല ചിന്തകളാണ് ഉള്ളത്. നിങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ആ രീതിയിലൊക്കെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളവർ ഒരു പാവമായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവർ ഇപ്പോൾ ആലോചിക്കുന്നു നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം എന്ന്. ഇവിടെ മറ്റൊരാളിൻ്റെ ഹെൽപ്പോടുകൂടി ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് കാണുന്നത്. ഒരുപക്ഷെ അവർക്ക് നിങ്ങളോട് നേരിട്ട് പറയാൻ ഒരു മടിയുണ്ടായിരിക്കാം. അത്രത്തോളം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാകാം. ആ വ്യക്തി കുറച്ച് ഈഗോ ഉള്ള ഒരാളായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ബാലൻസും ഇല്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിരിക്കാം. അതൊക്കെ നേരെയാക്കി മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് ചതിക്കുന്ന ഒരു സ്വഭാവം അവർ നിങ്ങളോട് കാണിച്ചിട്ടുണ്ട്. നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പറ്റിച്ച് പോയ ഒരു വ്യക്തിയാകാം. ആ വ്യക്തി പറയുന്നത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങളോട് താഴ്ന്നു തരാനൊന്നും ആ വ്യക്തി തയ്യാറല്ല. വളരെയധികം ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട്. പക്ഷേ അവർ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുന്നുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഓർക്കുന്നത് നിങ്ങളവരെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു കുട്ടിക്ക് കൊടുക്കേണ്ട സ്നേഹമെല്ലാം അവർക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്നു. അതൊക്കെ അവർ നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ പരിഗണന അവർ വേറെ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഒരുപക്ഷേ നിങ്ങളെ തമ്മിൽ അകറ്റിയിട്ടുള്ളതും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം. നിങ്ങളെ വേണ്ടാന്ന് വെച്ച് തേർഡ് പാർട്ടിയോടുകൂടി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സ്നേഹം കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുത്ത സ്നേഹമൊന്നും മറ്റൊരു വ്യക്തി അവർക്ക് കൊടുത്തിട്ടില്ല. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് വീണ്ടും തുടങ്ങാനാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മുറിവേറ്റിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് ഹീലായിക്കൊണ്ടിരിക്കുകയേ ഉണ്ടാകുന്നുള്ളൂ. കുറച്ചു പേർക്ക് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ചിലർക്ക് വളരെ കാലമായി അകന്ന് നിൽക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിൽ വളരെ നല്ല കാര്യങ്ങളാവും നടക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കിപ്പോൾ നിങ്ങളോട് വളരെ ഇഷ്ടമാണെന്ന് കാണിക്കുന്നുണ്ട്. റൊമാൻറ്റിക് ഫീലിങ്സൊക്കെ ഉള്ളതായി കാണിക്കുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് ആലോചിച്ച് വേദനിക്കാതെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ഉള്ളത് അതിന് നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറയുക. നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷനാണ് ഉണ്ട്. യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ തമ്മിൽ ഒന്നായി ചേരേണ്ടവരാണ് എന്ന്. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ തമ്മിൽ ഒന്നായി ചേരേണ്ടവർ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ പലതവണ പിണങ്ങി പിരിഞ്ഞ് മാറി നിന്നതായി കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു മുൻജന്മ ബന്ധം ഉള്ളതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും അകലാൻ കഴിയുകയില്ല.
നിങ്ങൾക്കത് പലപ്പോഴായി മനസ്സിലായിട്ടും ഉണ്ടാകാം. അവർ ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ അവർക്ക് ഒട്ടും ഇഷ്ടമുള്ളതായി കാണുന്നില്ല. നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയ സമയത്തൊക്കെ അവർ നിങ്ങളെ വളരെയധികം സ്നേഹത്തോടെയാണ് കൊണ്ടു നടന്നത്. ഇടയ്ക്കെപ്പോഴോ അതിലൊരു അകൽച്ച സംഭവിച്ചു. നിങ്ങൾ അവരെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കൊണ്ടു നടന്നു. അതുകൊണ്ട് തന്നെ അവരുടെ തെറ്റുകളൊക്കെ നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ തിരികെ വന്നാലും അവർ ചെയ്ത തെറ്റുകളൊന്നും നിങ്ങളോട് പറഞ്ഞ് മാപ്പൊന്നും പറയാൻ പോകുന്നില്ല. അവർക്ക് കുറച്ച് ഈഗോ ഉള്ള ഒരു വ്യക്തിയായി കാണുന്നുണ്ട്. അവർക്കറിയാം നിങ്ങൾക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അവർ എന്തൊക്കെ തെറ്റ് ചെയ്താലും അവർ പോയിട്ട് തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അതൊക്കെ ക്ഷമിച്ച് അവരെ വീണ്ടും സ്വീകരിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. ആദ്യം നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യട്ടെ എന്നും അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചതിന് അവർക്ക് മറ്റൊരു വ്യക്തിയുടെ നിന്നും നിങ്ങൾ വേദനിപ്പിച്ചതിനേക്കാളും കൂടുതലായി വേദനകൾ കിട്ടിയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അത് കർമ്മയുടെ ഫലമാണ്. അവർ പോയ സ്ഥലത്തുനിന്ന് ഒരു റെസ്പെക്റ്റും അവർക്ക് കിട്ടിയില്ല. നിങ്ങളായിരുന്നു അവർക്ക് റെസ്പെക്റ്റ് കൊടുത്തതും സ്നേഹത്തോടെ അവരെ കൂടെ നിന്നതും അവരുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കുകയും ചെയ്തത്. നിങ്ങളെ വേദനിപ്പിക്കാനായിട്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളടുത്ത് വളരെ ദയ തോന്നുകയാണ്. നിങ്ങളൊരു പാവമായിരുന്നുവെന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കാൻ കാരണം അവർ പോയടത്തുനിന്ന് അവർക്ക് കിട്ടിയ തിരിച്ചടികൾ തന്നെയാണ്. എന്തായാലും ആ വ്യക്തിക്ക് പോയ സ്ഥലത്ത് നിന്നും നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പോയതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്. അവർ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പഠിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ വില മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഒരു കോൾ മെസ്സേജിനൊക്കെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും അവർ ആ ഈഗോ വിടില്ല. ഒരു പക്ഷേ നിങ്ങൾ മെസ്സേജ് അയക്കണം, കോൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ മുന്നിൽ എനിക്കിതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ കാണിക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ സത്യസന്ധമായി ആ വ്യക്തി ആഗ്രഹിക്കുന്നു, നിങ്ങൾ വിളിക്കണം, ഒരു മെസ്സേജ് അയക്കണം, മൂന്നാമതൊരാളെ കൊണ്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അവരുടെ കൂടെ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ പല ഇഷ്ടങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും എല്ലാം നിങ്ങൾ മാറ്റിവെച്ചിട്ടാണ് ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങളോട് പറയുന്നു, ഇനി ഞാൻ വരുമ്പോൾ ഒരിക്കലും നിന്നെ വിട്ട് പോകില്ല, എന്നും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. ഇപ്പോൾ ഇനി ക്ലൂസ് നോക്കാം. ഉത്രം നക്ഷത്രം 12 ലെറ്റർ T 1991 5 കായംകുളം കാസ്റ്റ് ഡിഫൻ 10 ഉത്രാടം ട്രാവൽ ഫാദർ തിരുവാതിര 2000 2004 2003 ആയില്യം Y എന്ന ലെറ്റർ 43 T S P കോട്ടയം കരുനാഗപ്പള്ളി ലെറ്റർ C ലെറ്റർ K തിരുവല്ല ലെറ്റർ D 39 1997 9 നമ്പർ 29 11 28 വയനാട് വൈറ്റ് ബട്ടർഫ്ലൈസ് തിരുവനന്തപുരം സ്കോർപിയോ IT പ്രൊഫഷൻ ലെറ്റർ C ലിബ്ര